കൂടി തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ല. ഈ പാർട്ടിക്ക് സുധാകരൻ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്നും സംഭവിക്കാനില്ല. അത് ഈ കാണുന്ന ജനക്കൂട്ടം മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ ജനങ്ങൾ, ഇടതുപക്ഷ വിശ്വാസികളായിരുന്ന ഓരോരുത്തരും അദ്ദേഹത്തെ വെറുത്തു കഴിഞ്ഞു. ഈ ദിവസത്തിനുള്ളിൽ, ഒരു ദിവസം കൊണ്ട് ആളുകളെ മനസ്സിൽ നാളെ പറിച്ചെറിഞ്ഞ ജനങ്ങള് ഒരുപാട് ഈ പാർട്ടിയുടെ സഖാക്കൾ മനസ്സിൽ കൊണ്ടുവരുന്നൊരു നേതാവാണ്. അതിന്റെ 100 ഇരട്ടി വലിപ്പത്തിലാണ് ഇപ്പൊ അദ്ദേഹത്തെ പുറത്തേക്ക് എറിഞ്ഞത്. സുധാകരൻ നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ CPM ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇടതുപക്ഷം വളരെ ശക്തമായിട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടാവും, ഒരു സംശയമില്ല. സുധാകരനാക്കിയ പാർട്ടിയാണ്. പാർട്ടി സുധാകരനൊന്നും ചെയ്തിട്ടില്ല. സുധാകരൻ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ തീർത്തും മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ സുധാകരൻ പോയാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് അവരൊക്കെ തന്നെ പറയുന്നത്. ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല, ഈ പാർട്ടി ഇവിടെ ഉണ്ടാകും തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തകരൊക്കെ. സുധാകരൻ പോയി അമ്പലപ്പുഴ ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല. അമ്പലപ്പുഴ നിൽക്കുന്ന സ്ഥാനാർത്ഥി നല്ല LDF സ്ഥാനാർത്ഥി വാസാദം ചെയ്യും. സുധാകരനെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. അമ്പലപ്പുഴ ഒരു ക്ഷീണം ഉണ്ടാകത്തില്ല. സുധാകരനെ കൂടെ ഒരു ക്ഷീണം അമ്പലപ്പുഴ ഉണ്ടാകത്തില്ല. അത് ഞങ്ങൾ തീർത്തിന് പറയാം. പുള്ളി പോയെന്ന് വെച്ച് പാർട്ടിക്ക് ഒരു ക്ഷീണവും സംഭവിക്കത്തില്ല. പാർട്ടി ശക്തമായിട്ട് തന്നെ നല്ല വിജയമായിരിക്കും. H സലാമിന് ഇവിടെ നല്ല വൻപൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാണ് സാധ്യത. ഇതിപ്പം UDFന്റെ ഒരു ചെറിയ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കും. അതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് പാർട്ടി ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. സലാം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. പാർട്ടിയുടെ മണ്ണാണ്. വിപ്ലവ ഭൂമിയല്ലേ. പാർട്ടി ഉണ്ടെങ്കിലേ സുധാകരണുള്ളൂ. പാർട്ടി ഇല്ലെങ്കിൽ ഒരു സീറോയാ. പാർട്ടി ഉണ്ടെങ്കിൽ പാർട്ടി വലുതാക്കിയതാ. വർഗ വഞ്ചകന പുന്നപ്പുഴയുടെ മണ്ണിൽ വെച്ചുപൊറിപ്പിക്കല. അത്രേ ഉള്ളൂ. പാർട്ടി ഉണ്ടെങ്കിലേ സുധാകരണുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലേ സുധാകരണുള്ളൂ. അയാളെ ഇത്രയും വലുതാക്കി പാർട്ടി തന്നെയാ. അത് പാർട്ടി പാർട്ടിയോട് കാണിച്ച പാർട്ടിയെ ഒറ്റിക്കൊടുത്തതാണ്. ഈസി ആയിട്ട് ജയിക്കും. പുന്നപ്പുഴയുടെ മണ്ണ, അമ്പലപ്പുഴയുടെ മണ്ണ്, രക്തസാക്ഷികൾ ഉറങ്ങുന്ന മണ്ണ്, സഖാവ് VS അതുപോലുള്ള മഹാരഥന്മാര് പിന്നെ വളർത്തിയ പ്രസ്ഥാനമാണ്. അവരെ കൈവിടത്തില്ല അമ്പലപ്പുഴ. അതിന്റെ ഒരു തെളിവായി കാണുന്ന ജനസാഗരം. പാർട്ടി അവഗണിച്ചെന്നാണ് സുധാകരന്റെ ആരോപണം. പാർട്ടി അവഗണിച്ച അദ്ദേഹത്തിന്റെ സ്വപ്നം. ഒരു മനുഷ്യായുസിൽ ഒരു പാർട്ടിക്കിടർക്ക് നൽകാവുന്നതിന്റെ പരമാവധി അധികാരങ്ങൾ സുധാകരൻ കൊടുത്തിട്ടുണ്ട്. 7 തവണയാണ് പാർട്ടി മത്സരിപ്പിച്ചത്. ജില്ലാ കൌൺസിൽ മെമ്പർ, 4 വട്ടം MLA, 2 വട്ടം മന്ത്രി, 1 വട്ടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ, പിന്നെ 1 വട്ടം സിൻഡിക്കേറ്റ് മെമ്പർ, എല്ലാ സ്ഥാനമാനങ്ങളും കൊടുത്തു. ഇനി ചെറുപ്പക്കാർക്കായിട്ട് വഴിമാറി കൊടുക്കണം. സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു നഷ്ടമല്ല. സുധാകരൻ പോയാൽ സുധാകരൻ ഒറ്റയ്ക്ക് പോകും. ഒരാള് പോലും സുധാകരൻ ഇവിടെ തിരികെ പോകത്തില്ല. പാർട്ടിയെ കൊണ്ട് സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണമുള്ള ഒരുപാട് കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. 20 വർഷം പുള്ളി MLA ആയിട്ട് ഇവിടെ, 2 വർഷം പൊതുമരാമത്ത് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, ഇതിലൊക്കെ കൈകാര്യം ചെയ്ത് ഇതെല്ലാം ഈ പ്രസ്ഥാനത്തിൽ കൂടെ പുള്ളി നേടിയതാണ്. ഇപ്പം പ്രസ്ഥാനത്തെ പുള്ളി തള്ളിപ്പറയാണ്. അപ്പൊ ഇതുകൊണ്ട് ഒരു സുധാകരൻ പോയതുകൊണ്ട് പാർട്ടിക്ക് വല്ല ക്ഷീണമൊന്നും സംഭവിക്കത്തില്ല. ഒരു സുധാകരൻ പോയെന്ന് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. സുധാകരൻ പോകുന്നതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടാകും? പാർട്ടിയല്ലേ വരുന്നത്. സുധാകരൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു പ്രതിനിധി മാത്രമാണ്. പുള്ളി പോയതുകൊണ്ട് ഈ പാർട്ടിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ മണ്ഡലം വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ വിജയിക്കുകയും ചെയ്യും. യാതൊരു സംശയവും വേണ്ട. അതിന്റെ തെളിവാണ് ഈ ജാഥ. അതെ, പ്രവർത്തകരെ കൂടെ ഉണർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയവും ഇക്കാര്യത്തിൽ.